വന്നിടുമോ നീ എന്നരികിൽ? ഭാരങ്ങളെല്ലാം അകറ്റിടുവാൻ വന്നിടുമോ നീ എന്നരികിൽ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഇമ്മാനുവേൽ പ്രേയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സംഭവങ്ങൾ കൊടുങ്ങതായിരിക്കുന്ന ഓരോ ലോക ജീവിത യാത്രയിലും കാലുകൾ ഇടറാതെ, മനസ്സ് പതറാതെ ദൈവത്തിൻ്റെ വചനം ഓരോ പ്രിയപ്പെട്ടവരുടെയും ഹൃദയത്തിൽ ആഴമായിട്ട് പതിയണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വചനം പ്രസ്താവിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയം 34-ാമത്തെ സങ്കീർത്തനം 8-ാമത്തെ വാക്യമാണ്. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുക. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക. കഴിഞ്ഞകാല ഭക്തന്മാരുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെയുള്ള വ്യക്തി എന്ന് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ദാനിയേലിനെ ദൈവം എങ്ങനെ വിടുവിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, ശൗമേലിന്റെ 1-ാം പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ യഹോവ എങ്ങനെയുള്ള വ്യക്തി എന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയെ നമുക്കവിടെ കാണാം. ആ തിരിച്ചറിവ് തന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ വേണ്ടി നൊമ്പരങ്ങളെ ഉള്ളിലൊതുക്കിക്കൊണ്ട്, വീട്ടിലെ സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവൾ ദേവാലയത്തിലേക്ക് കടന്നു ചെന്നിട്ട് യഹോവയുടെ സന്നിധിയിൽ ഒരു നേർച്ച നേർന്ന യഹോവയോട് പ്രസ്താവിച്ചു. എന്താണ് പറഞ്ഞത്? എനിക്ക് ഒരു പുരുഷ പ്രജയെ നൽകി തന്നാൽ ഞാൻ അതിനെ യഹോവയ്ക്ക് കൊടുക്കും. അത് യഹോവയ്ക്കെന്നും ഒരു ശുശ്രൂഷകനായി, പുരോഹിതനായി, പ്രവാചകനായി തീരണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് സദയം പ്രാർത്ഥനയോടുകൂടെ ദേവാലയത്തിന്റെ അങ്കണത്തിൽ മുട്ടും അടക്കിയിരിക്കുമ്പോൾ എലിപുരോഹിതൻ വന്ന് ചോദിച്ചത്, മകളെ, നീ വീഞ്ഞു കുടിച്ചിട്ടുണ്ടോ എന്നാണ്. അവൾ പറഞ്ഞത്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എന്നെ നീ സ്ത്രീയായിട്ട് കാണരുത്, ഞാൻ മനോവ്യസനമുള്ള ഒരു വ്യക്തിയാണ്. ദൈവം എങ്ങനെയുള്ളവൻ എന്നറിയണം, അത് രുചിച്ചറിയണം. രുചിച്ചറിയുക എന്ന് പറഞ്ഞാൽ അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. അനുഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക്, നടത്തിയ വിധങ്ങൾക്ക് എത്രമാത്രം അനുഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയും, നന്ദി പറയാൻ കഴിയും. അത്രമാത്രം ശ്രേഷ്ഠമായ നിലയിൽ ദൈവം നമ്മെ നടത്തി, ദൈവം നമ്മെ കൊണ്ടുവന്നു. ആ അനുഭവങ്ങളെയാണ് രുചിച്ചറിഞ്ഞ് നമ്മൾ പ്രസ്താവിക്കുന്നത്. അതറിയണമെങ്കിൽ എന്ത് ചെയ്യണം? സങ്കീർത്തനം 73-28 വായിക്കണം. അവിടെ വായിക്കുമ്പോൾ ഒന്ന് അടുത്തിരിക്കുക എന്നുള്ളതാണ്. അവിടെ ആസാഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തൻ്റെ മനസ്സിൽ കടന്നു വന്നതായിരിക്കുന്ന ചില ചിന്തകൾ, ഞാനോ ദിവസം തോറും ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആലയത്തിൽ പോകുന്നു, പ്രസാരം കൊടുക്കുന്നു, കുമ്പസാരിക്കുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷെ ഞാൻ ഓരോ ദിവസവും ഞാൻ ക്ഷീണിതനായിട്ട് വരികയാണ്. എന്നാൽ മറ്റുള്ളവരെ നോക്കിയപ്പോൾ അവരെങ്ങനെയല്ല. ദൈവസന്നിധിയിൽ താൻ ഈ സങ്കടങ്ങൾ പറഞ്ഞ് പറയുമ്പോൾ ദൈവം തന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം എവിടെയെന്ന് നോക്കുക. അത് ഒരു പാറയാണ്, ഉറപ്പുള്ള പാറയാണ്. പാറ ഉറപ്പിനെ കാണിക്കുന്നതാണ്. പാറ ക്രിസ്തുവിന് നിഴലാണ്. അപ്പോൾ ആ പാറമേൽ നിന്നിട്ട് പറഞ്ഞു, നീ ഇതുവരെയും ചിന്തിച്ചതായിരിക്കുന്ന വ്യക്തികളെ നോക്കുക. നോക്കിയപ്പോൾ അവരെവിടെ നിൽക്കുന്നു? വഴുക്കൽ നിൽക്കുന്നു, വഴുവഴുപ്പിൽ നിൽക്കുന്നു. ഏതു സമയവും അവരുടെ കാലുകൾ വഴുതിപ്പോകാം.
അപ്പോൾ നീ നിൽക്കുന്ന സ്ഥലം എവിടെയാണ്? അത് ഉറപ്പുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ആസാഫ് പറഞ്ഞത്, അടുത്തിരിക്കുന്നത് എനിക്കേറെ നല്ലതാണ്. ഒന്ന്, അടുത്തിരിക്കുന്ന അനുഭവം നമുക്കുണ്ടാകണം. അങ്ങനെ അടുത്തിരുന്നതായിരിക്കുന്ന വ്യക്തിയാണ് മറിയം. നമുക്കറിയാം, ലാസറിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. എനിക്ക് ഏറ്റവും പ്രിയനായിരിക്കുന്ന സഹോദരൻ എന്നാണ് യേശു പറഞ്ഞത്. അങ്ങനെ ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് അവിടെ മറിയ കാൽക്കലിരിക്കുകയും മാർത്ത സഹോദരി അടുക്കളയിൽ വേണ്ടതായിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി അവൾ ബന്ധപ്പെടുകയാണ്. കുറെ സമയമായിട്ടും സഹോദരിയെ കാണാതെ വന്നപ്പോൾ യേശുവിന്റെ കാൽക്കലിരിക്കുകയാണ്. യേശുവിനോട് പറഞ്ഞു, ഗുരു, ഞാൻ എത്രയോ സമയമായി ഞാൻ അടുക്കളയിൽ കടന്ന് ജോലി ചെയ്യുന്നു, പാചകം, അതുകൊണ്ട് ഇവളെ കൂടെ ഒന്ന് പറഞ്ഞയക്കണം, ഇവള് വെറുതെ ഇവിടെ ഇരിക്കുകയല്ലേ എന്ന്. കാഴ്ചയിൽ വെറുതെ ഇരിക്കുകയാണ്, കാഴ്ചക്കാരുടെ മുൻപിൽ വെറുതെ ഇരിക്കുകയാണ്, ഈ ലോകത്തിന്റെ കണ്ണുകളിൽ വെറുതെ ഇരിക്കുകയാണ്, ഈ ലോകത്തിന്റെ മനസ്സ് വെറുതെ ഇരിക്കുന്നതായിട്ട് കാണുന്നു. എന്നാൽ യേശു പറഞ്ഞ ഒരു വാക്ക്, അവൾ വെറുതെ അല്ല ഇരുന്നത്, അവൾ ശ്രേഷ്ഠമായത് കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ശ്രേഷ്ഠമായത് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായിരിക്കുന്നത് കണ്ടെത്തിയത് ആരാണ്? മറിയ. അതിനുശേഷം യേശു പറഞ്ഞു, അവൾ വിലയേറിയത് കണ്ടെത്തിയിരിക്കുന്നു, അത് മുത്തിനേക്കാൾ വലിയതാണ്, അത് ഒരു വലിയ നിധിയാണ്, അത് സൗന്ദര്യമുള്ളതാണ്, സൗരഭ്യമുള്ളതാണ്, അതിശ്രേഷ്ഠമായതാണ്, അവളിൽ നിന്നും ആർക്കും അത് പിടിച്ചെടുക്കാൻ കഴിയുകയില്ല. പ്രിയമുള്ള എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മൾ അടുത്തിരുന്നാൽ നമുക്ക് ലഭിക്കപ്പെടുന്നതായിരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, ഒരുപാട് നന്മകളുണ്ട്, ഒരുപാട് അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ലഭിക്കപ്പെടുന്നതായിരിക്കുന്ന അനുഭവങ്ങളൊക്കെ ഏറ്റവും വലിയത് തന്നെയാണ്. അതിനെ നമുക്ക് മറക്കാൻ കഴിയില്ല, അതിനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല, അതിനെ ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം അത് ശ്രേഷ്ഠമുള്ളതാണ്. അപ്പൊ ശ്രേഷ്ഠമായതിനെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക, ശ്രേഷ്ഠമായതിനെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക, ശ്രേഷ്ഠമായതിനെ നമ്മൾ വാസനയായിട്ട് നമ്മൾ സ്വീകരിക്കുക, മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയുന്നതാകട്ടെ. ഇനിയിപ്പോൾ പറഞ്ഞതായിരിക്കുന്ന അടുത്തിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കടന്നു വന്ന ഹന്ന ദൈവത്തോട് അടുത്തിരിക്കുകയാണ്. അടുത്തിരുന്നാൽ ചില ഗുണങ്ങൾ ഉണ്ടാകണം, അടുത്തിരുന്നാൽ ചിലതൊക്കെ നേടുവാൻ കഴിയണം, അടുത്തിരുന്നാൽ ചിലതൊക്കെ പ്രാപിക്കാൻ കഴിയണം, കാത്തിരുന്ന് പ്രാപിക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ മാളിക മുറിയിൽ എല്ലാവരും ഒരുമിച്ച് കാത്തിരുന്നു. കൊടിയ കാറ്റടിക്കുന്നത് പോലൊരു ശക്തി അവിടെ ഇറങ്ങി വന്ന സമയത്ത് അവരിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി പകർന്നു. അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചു. അപ്പോൾ കാത്തിരുന്ന് ലഭിക്കപ്പെട്ടതായിരിക്കുന്ന ആ അനുഗ്രഹം പ്രാപിച്ചതായ പത്രോസ് 3-ാം മണി നേരത്ത് ദേവാലയത്തിലേക്ക് തന്റെ സഹോദരനുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ മുടന്തനായിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുകയും അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് തരുവാനായിട്ടൊന്നുമില്ല, ഞങ്ങളുടെ കയ്യിൽ പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, എന്നാൽ ഞങ്ങൾ പ്രാപിച്ചതോ അതിൻ്റെ ഒരു അംശം തരാം. അവർ രണ്ടുപേരും കൂടെ ചേർന്ന് കൈക്ക് പിടിച്ചിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ ചാടി എഴുന്നേറ്റു. അവന്റെ നട്ടെല്ലും നരിയാണി ഉറച്ചു. അവൻ തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയമുള്ളവരെ, ചേർന്നിരുന്നാൽ നമുക്ക് ലഭിക്കപ്പെടുന്ന ചില അനുഗ്രഹങ്ങളാണ്. ചേർന്നിരുന്നാൽ ലഭിക്കപ്പെടുന്ന അനുഗ്രഹമല്ല. ഇവിടെ ഹന്ന ദൈവസന്നിധിയിൽ ഏറ്റവും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. കണ്ണുകൾ കലങ്ങി, മനസ്സ് പതറി, തളർന്നു, ക്ഷീണിച്ചു. ഭവനത്തെക്കുറിച്ച്, കുടുംബത്തിന്റെ അവസ്ഥകളെ വ്യാകുലതയോടെ കണ്ടു. ഒരു വിടുതലിന് വേണ്ടി നിങ്ങൾ ചേർന്നിരിക്കുമോ? വിടുതലുണ്ട്. കണ്ണുനീരോടെ വരുമോ? വിടുതലുണ്ട്. സൗഖ്യമുണ്ട്. കിടക്ക് മാറ്റി വിരിക്കാൻ, പ്രശ്ന പരിഹാരത്തിന് വിടുതൽ നൽകുക ശക്തനായവൻ നിന്നെ വിളിക്കുന്നു. നീ തളരണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. രുചിച്ചറിഞ്ഞവൻ, നീ രുചിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പിന്മാറുകയില്ല. അവനെ കൂടുതലായി രുചിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ സൗരഭ്യവും വാസനയായി മാറുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ.
തുടർന്നുള്ളതായിരിക്കുന്ന ദിവസങ്ങൾ ഈ വേദഭാഗങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം എന്നോർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പരിശുദ്ധനായ ദൈവമേ, സുഖസ്ഥ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം. വചനം കേട്ടതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. രോഗികളായി കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം. ജോലിയോടുള്ള ബന്ധത്തിൽ സ്വദേശത്തും വിദേശത്തുമായിട്ടുള്ളവരുണ്ട്. ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലുമായിട്ട് താമസിക്കുന്ന കർത്താവെ, ബിസിനസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവര്, പഠിക്കാൻ കടന്നുപോയ കുഞ്ഞുങ്ങൾ, കുടുംബമായി പാർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. ഈ ദിവസങ്ങളിൽ യഹോവ നല്ലവരെന്ന് രുചിച്ചറിയുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും അതിനായിട്ട് ഒരുക്കണം, ശക്തീകരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ.